ഹലോ. ഹലോ പറയൂ ചേച്ചി. എന്താ ഫ്രീ ആണോ ഇപ്പോ? അതെ ഫ്രീ തന്നെ. ഓക്കെ, കഴിച്ചാ? കഴിച്ചു ഇപ്പൊ തന്നെ കഴിച്ചിട്ടുണ്ട്. ചേച്ചി കഴിച്ചോ? കഴിച്ചു. എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? പറയൂ ചേച്ചി, എന്താ? എനിക്കൊരു ഹെഡ്സെറ്റ് വേണം. ഹെഡ്സെറ്റാ? ഓക്കെ, ബുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് ലിങ്ക്സ് അയക്കാമേ. ഏത്, ഫ്ലിപ്പാ ആമസോണോ? ഫ്ലിപ്പ് മതി. ഓക്കെ. ഏത് കമ്പനി? കുറച്ച് ബോട്ട് കൊള്ളാമല്ലേ? ബോട്ട് കൊള്ളാം. ഞാൻ അതാണ് നോക്കി. ശരി, ഞാനപ്പോ കുറച്ച് ലിങ്ക്സ് അയക്കാം. നീ നല്ലത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ നോക്കിയിട്ട് നല്ലത് നോക്കി ബുക്ക് ചെയ്തിട്ട് അയച്ചു തരാം. വരണ ദിവസം ഞാൻ കൊണ്ടുവരാം അങ്ങോട്ട്. ഓക്കെ, മറക്കല്ലേ. ഇന്ന് രാത്രി ഇപ്പോ തന്നെ അയച്ചേ. ഓക്കെ. ഓക്കെ. വീട്ടിലെല്ലാവരും സുഖം തന്നെ? സുഖം തന്നെ. എന്റെ വീട്ടിലെ സുഖം തന്നെ. ഓക്കെ. ശരി, നിന്റെ അനിയൻ എവിടെ? ഇവിടെ തന്നെ ഗെയിം കളി, ഫുൾ ടൈം പബ്ജി അങ്ങനെ തന്നെ, അറിയാലോ. അറിയാം. ഈ വർഷം ഇപ്പൊ മാറിയല്ലോ. അത് ശരിയാ. പിന്നെ ചേട്ടൻ വിളിച്ചോ? ചേട്ടൻ വിളിച്ചില്ലേ? എന്ത് പറ്റി? ശരിയാണല്ല, ഇപ്പം അധികം വിളിക്കാൻ പറ്റത്തില്ലല്ലേ? അതെ, മുൻപാണെങ്കിൽ വിളിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. അതെ. ഓരോ സ്ഥലമാകുമ്പോ അങ്ങനെ തന്നെ അത്. ഇപ്പോ ഇനി ഇന്നലെ വിളിച്ചായിരുന്നു. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വിളിക്കും. അതും കുറച്ചു നേരം തന്നെ, ഒരു 10, 15, 20 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. പിന്നെ ഇത് ഇനി 6 മാസം കഴിഞ്ഞിട്ട് തന്നെ ലീവ് ചേട്ടന്? അതെ. ഇപ്പൊ അല്ലേ പോയത്. പിന്നെ ഇത് നമ്മൾ അന്നൊരു ഇന്റർവ്യൂവിനെ അപ്ലൈ ചെയ്ത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അവിടെ നമ്മളല്ലേ അതല്ലേ? അതെ, എനിക്കൊരു മെയിൽ വന്നിരുന്നു. അതാണെങ്കിൽ ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നീ ഫ്രീ ആണോ 2 ദിവസം കഴിഞ്ഞിട്ട്? ഞാൻ ഫ്രീ തന്നെ. എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ല. 15 എന്തോ എനിക്കൊരു കല്യാണം ഉണ്ട്, അത് അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. അപ്പൊ ശരി, അപ്പൊ എന്നെ ഒന്ന് വിളിച്ചിട്ട് പോവോ? പോവാം. എത്ര മണിക്ക് വരണം? 10 മണിക്ക് ഇന്റർവ്യൂ. അപ്പൊ ഇവിടെ നിന്ന് ഒരു 9 ആകുമ്പോ പോവാം. ഓക്കെ, പോവാം. എല്ലാം പ്രിപ്പയർ ചെയ്തോ ഇന്റർവ്യൂവിന്? എന്ത് പ്രിപ്പയർ ചെയ്യാനോ? പോവാം. ശരി, എന്തൊക്കെ വേണം ഇന്റർവ്യൂവിന്? ഇന്റർവ്യൂവിന് മെയിനായിട്ട് റെസ്യൂം, നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട്, മെയില്, ഫോണ്, പിന്നെ നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിന്റെ പ്രിന്റ് ഔട്ട് ഒരു 2-3 കോപ്പി. ഓക്കെ. പിന്നെ കളർ കോപ്പി തന്നെ ഇരിക്കട്ടെ. പിന്നെ ഫോട്ടോ കൂടെ ഒട്ടിച്ചിട്ടുള്ളതായിരിക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പി. ഓക്കെ. മെയിനായിട്ട് എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും കോപ്പി ആവശ്യം. കോപ്പിയും ഒറിജിനലും കയ്യിൽ വെച്ചിരിക്കണം. പിന്നെ ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ടുള്ളത്. ഇത് നാളെ ഫ്രീ ആണോ? എനിക്ക് നാളെ മറ്റന്നാൾ വേറെ പണിയൊന്നുമില്ല. 15 മാത്രമേ ഫ്രീ അല്ലാതെ ഉള്ളൂ, വീട്ടിൽ തന്നെ. എന്തിനാ, എനിക്ക് നാളെ എന്റെ വീട് വരെ പോയിട്ട് അവിടെ എന്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അതൊന്ന് കൊണ്ടുവരുമോ? ശരി. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ആന്റിയെ വിളിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞില്ലേ, വിളിച്ചൊന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എടുക്കാം. ഓക്കെ, അതെല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ മെയിനായിട്ട് ഇന്റർവ്യൂവിന് മറ്റേ ഡ്രസ്സിങ്ങിന്റെ കാര്യം അത് ശ്രദ്ധിക്കണേ. നല്ല നീറ്റാ ഉള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് പോണം. ഓക്കെ. മെയിനായിട്ട് പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് അവർ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിരിക്കും. ഇതുവരെ ഇട്ടത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെയല്ല ചേച്ചി, ഓൾറെഡി ഇടുന്ന ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സല്ലേ, അത് ശരിയാവത്തില്ല അവിടെ. അപ്പം കുറച്ച് ലൂസ് ആയിട്ടുള്ള അങ്ങനെയല്ല. ഞാൻ വന്നിരുന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നി, ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, ഒരുമാതിരി എങ്ങനെ പറയാ, അങ്ങനത്തെ ഡ്രസ്സാ. അപ്പം അത് ശരിയാവത്തില്ല ഇന്റർവ്യൂവിന്. കുറച്ചുകൂടെ ഒരു നല്ല ഡീസന്റ് ഒരു ഡ്രസ്സിങ്. ഓക്കെ. പിന്നെ
എന്താ ഇനി ഇപ്പൊ വെക്കേഷൻ എന്റെ വീട്ടിൽ പറഞ്ഞത്? ഇനി വരാം, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം. ഓക്കെ. കണ്ടിട്ട് എത്ര ദിവസമായി? കണ്ടിട്ട് എല്ലാവരെയും ഒരുമിച്ച് വരുന്നത് അന്നത്തെ. പക്ഷേ വെക്കേഷൻ സൂപ്പർ ആയിരുന്നു അവിടെ. 10 ദിവസമേ ഉള്ളായിരുന്നു, എന്നാലും സൂപ്പർ ആയിരുന്നു. അതെ അതെ. ഇപ്പൊ എത്ര 1 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? അതുവരെ വലിയ ഇതില്ലായിരുന്നു, ചുമ്മാ നമ്പറുണ്ട്, ചാറ്റ് അത്ര തന്നെ. അതെ, അന്നാണ് കമ്പനി ആയത്. അതെ അതെ. സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ പിന്നെന്താ, നീ എന്നെ വരുമ്പോ എനിക്ക് കുറച്ച് മൂവീസ് തരണേ. മൂവിയോ? മൂവിയൊക്കെ കാണാൻ തുടങ്ങിയോ? ബോറടിക്കുവല്ലേ? ഓക്കെ ഓക്കെ. ഏത് മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഏതാണ്? ഏതായാലും കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കൊണ്ടുവരാം മൂവി, അന്ന് വരാം, കയറ്റി ഫോണിൽ കോപ്പി ചെയ്ത് തരാം. ഓക്കെ. ഏത് ഫോണിൽ കാണാനാ ലാപ്പിൽ കാണാനാ? ഞാൻ ഫോണിൽ തന്നെ കേട്ടും. നീ അന്ന് വീട്ടിലല്ലേ കൊണ്ടുവരുന്നത്, അപ്പൊ ലാപ്പിൽ തന്നെ കേട്ടിട്ടാ. ഓക്കെ. അപ്പൊ ഞാൻ പെൻ ഡ്രൈവ് കൊണ്ടുവരാം. പിന്നെ ഞാൻ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വെക്കേഷൻ. എല്ലാവരും വീട്ടിൽ വരുവാട്ടെ. അപ്പൊ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ വരാ. അപ്പോഴ് 6 മാസം ജോലി, 1 മാസത്തെ ലീവ് അല്ലേ? ഓക്കെ. അപ്പൊ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ചേട്ടന്? പിന്നെ ഒരുപാട്. അതെനിക്ക് അന്ന് കണ്ട്. ഞാനന്ന് കണ്ടോ? ഒന്നുമില്ല. തരാം. ഇല്ല ചേച്ചി, ശരി പറയാമെന്ന് അറിഞ്ഞൂടാ, എന്നാലും കുറച്ച് കെയർഫുള്ളാ, ശ്രദ്ധിക്കണം. അന്ന് ഒരു ദിവസം രാത്രി ചേച്ചിയും ചേട്ടനും കൂടെ അവിടെ ടെറസിൽ നിന്ന് നിൽക്കുന്ന ഉറങ്ങിയല്ലേ കിടന്ന്? ശരി തന്നെ. ഞാന് അവിടെ പുറത്ത് പോയിട്ട് ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പം നിങ്ങളെന്തോ അങ്ങോട്ട് കയറി പോണ കണ്ട്. അപ്പൊ എന്തിനാ പോണെന്നൊരു ഡൗട്ട്. അപ്പം ഞാൻ പുറകെ വന്നപ്പോ അവിടെ നിന്ന് നിങ്ങളെ കണ്ടു. ഞാൻ വന്നിങ്ങി. ഹഗ് കിസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ഞാൻ പേടിച്ച് അതാകാം. ഹഗ്ഗും കിസ്സും ചെയ്യാനെ കണ്ട്. അപ്പൊ തന്നെ ഞാൻ പേടിച്ച്. എനിക്ക് ഭയങ്കര പേടിയാകുമ്പോ നിങ്ങൾ കാണുമോ അങ്ങനെ ഒരു പേടി. പിന്നെ ഞാൻ പോയി എന്നെ അവിടെ താഴെ. ഓക്കെ. അതെന്താ പിന്നെ മോളിലെ ടെറസിൽ പോയത്? റൂമിലെന്താ? റൂമിലല്ലേ സാധാരണ? എന്ത് ചുമ്മാ പറ. എന്തിനാ അങ്ങ് ടെറസിൽ പോണേ? അവിടെ ആരെങ്കിലും ഒക്കെ കാണത്തില്ല, അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ? എന്ത് ചുമ്മാ പറ. എന്തോ ഉണ്ട്. ഒന്നുമില്ല. ശരി, എൻ്റെ അടുത്ത് പറയണ്ട. അവിടെ ഇല്ല പറയാം, പക്ഷേ അതിനുള്ള ഏജ് എനിക്കായിട്ടില്ല. ഏജോ? ചേച്ചിക്കാലം ഇത്ര 2 വയസ്സല്ലേ എനിക്ക് കുറവുള്ളൂ. അതിനാണോ ഇത്ര ഏജ്? അങ്ങനെ ശരി, വിഷമിക്കണ്ട, പറയാം. പറ. ഇല്ല, അങ്ങനെയില്ല. ഇപ്പം റൂമിലിരുന്ന് ചെയ്യുന്നത് ബോറല്ലേ? കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി നമ്മളിവിടെ പോയി. അതുകൊണ്ട് രാത്രിയാണെങ്കിൽ എല്ലാവരും ഉറങ്ങി വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. കുറച്ചു നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ അടുത്ത് പറയത്തില്ല. പറയണ്ട. ഓക്കെ. അപ്പൊ ഈ 1 മാസം നിങ്ങൾ എൻജോയ് ചെയ്യണല്ലേ?
ഈ ഒരു മാസം ഉള്ള ഇത് തന്നെയല്ലേ നിങ്ങളുടെ എൻജോയ്മെന്റ്? അതെ, അത് കഴിഞ്ഞിട്ട് ഇനി ചേട്ടനിപ്പോ ഒരു അപ്പം സമ്മതിക്കണം, കൺട്രോൾ ചെയ്തിരിക്കണേ. പിന്നെ ചിലപ്പോ നിനക്കും ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ പോവും. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് നീയും ഇങ്ങനെ പോവുന്നു, ആരും ദൂരത്തിലോട്ട് ജോലി പോവും. അയ്യോ, എനിക്കിഷ്ടമല്ല. എനിക്ക് അടുത്തൊക്കെ ഉള്ളതല്ലേ നല്ല രസം. അല്ല അതൊക്കെ അതാ പിന്നെ നല്ലത് 6 മാസം, അയ്യോ 1 വർഷമൊക്കെ ഗൾഫിലൊക്കെ പോണവർ സമ്മതിക്കണം. 1 വർഷം വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഉടനെ കുട്ടി വരുമല്ലേ അവിടെ വീട്ടില്? അത് പറയാൻ പറ്റത്തില്ല. എന്താ അങ്ങനെയല്ല, നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് പ്ലാൻ അങ്ങനല്ല. പോയനോ ഉണ്ടാവും. അപ്പൊ ചെലവ് കാണാം ഉണ്ടായ പറയാൻ പറ്റത്തില്ല. ചിലപ്പോ ഉടൻ കാണായിരിക്കും, അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോഴായിരിക്കും. അതറിയാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക്? അറിയാൻ പറ്റത്തില്ലേ ചെയ്യുമ്പോ തന്നെ? അത് അറിയാൻ പറ്റും, എന്നാലും പറയാൻ പറ്റത്തില്ല. കുറച്ച് പോയാല് ആവല്ലോ. അതെ അതെ. ചിലപ്പോ കാണാൻ ചാൻസ് ഉണ്ട് കുട്ടി ഉണ്ടാവാൻ. അപ്പം സൂപ്പർ ആയിരിക്കും. കൺഫേം നല്ല ട്രീറ്റ് വെക്കണം, ഗ്രാൻഡ് ആയിട്ട് എല്ലാരും വിളിച്ചിട്ടൊക്കെ. കേട്ട് ഒരു കാര്യം കേട്ടോ, 6 മാസം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞിട്ടല്ലേ വന്നത്? അപ്പം ആദ്യമൊക്കെ എന്തായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ഫീലും കാര്യങ്ങളൊക്കെ? 6 മാസം അതുകൊണ്ടാ കേട്ട. 6 മാസം ഉണ്ടായിരുന്നു. ഇത്ര ദിവസം കളഞ്ഞിട്ട്, ഇത്ര മാസം കളഞ്ഞിട്ട് നമ്മള് ചെയ്യാം. അപ്പൊ അത് തുടങ്ങുമ്പോ തന്നെ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് പോലെ തോന്നി. ഫസ്റ്റ് ഡേയ്സൊക്കെ തോന്നി. എന്നിട്ട് പ്രാക്ടീസായി. അതൊക്കെ നിനക്ക് കല്യാണം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കറിയാൻ കേട്ടല്ല, കൊച്ചുകുട്ടിയെന്നാണ് വിചാരം. നീ കൊച്ചു കുട്ടിയല്ലേ? ഇല്ല, എനിക്കെല്ലാം അറിയാം. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ഡൗട്ട് കേട്ടാ ഇല്ല, കൊച്ചുകുട്ടിയെ. അപ്പം ചേട്ടൻ പോയതിനു ശേഷം ചേച്ചി വീഡിയോസ് ഒക്കെ കാണും? വല്ലപ്പോൾ കാണും, ആഗ്രഹം തോന്നുമ്പോ. ക്രോമില അതോ? ക്രോമിൽ കാണും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ടൊന്നും ചെയ്യത്തില്ല. അതിനുള്ള എൻഗേജ് ആയിട്ടില്ല നിങ്ങൾക്ക്? എന്നോട് പറ പ്ലീസ്, എനിക്ക് അറിയണം. എന്തായാലും എന്നായാലും അറിയും, പറഞ്ഞ. ശരി, ചെയ്യും. ഏത് മറ്റാ ഇതൊക്കെ ഉണ്ടോ, എന്തുകൊണ്ടുള്ള ഒരു സംഭവം, വൈബ്രേറ്ററോ അല്ല അത് തന്നെ വൈബ്രേറ്റർ, അങ്ങനെ എന്താ പറയാ? അതെ, അതുണ്ട്. ഉണ്ടോ? ചേട്ടൻ അറിയാമോ? ചേട്ടൻ തന്നെ വാങ്ങി തന്നു. ഓ, ചേട്ടൻ വീട്ടിലില്ലല്ലോ, അപ്പോൾ അതുവരെ കൺട്രോൾ ചെയ്തിരിക്കാനായിരിക്കും അല്ലേ? അതെ അതെ, ചെയ്യും. നീ അത് കണ്ടിട്ടുണ്ടോ? വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ നീയും വീഡിയോ കാണാറുണ്ട്? പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ എല്ലാരും കാണുന്ന തന്നെ, ഇവിടെ എല്ലാരും +2 ഒക്കെ കഴിയുമ്പോ തന്നെ തുടങ്ങും. അപ്പോഴാണ് ചേച്ചി വീട്ടിൽ നൈറ്റി അല്ലേ ഇടുന്നത്? അത് ബോർ, അത് മാച്ചിങ് അല്ല, കൊള്ളത്തില്ല.
നൈറ്റ് വേണ്ട, വേറെ എന്തെങ്കിലും ഡ്രസ്സ്. വേറെ എന്ന് വെച്ചാൽ വേറെ ഈ നൈറ്റ് ഡ്രസ്സ് കുറേ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് അയച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങി ഇട്ട് നോക്ക്. ഒരെണ്ണം വാങ്ങി ഇട്ട് നോക്ക്, സൂപ്പറായിരിക്കും. എനിക്കിപ്പോ നല്ല ബോഡി നല്ല ഷേപ്പൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാ ചുമ്മാ ഈ നൈറ്റിയൊക്കെ ഇട്ട് ബോറാക്കണം? ഭയങ്കര ബോറ് നൈറ്റ്. വേറെ ഇപ്പം അല്ല, ഇതിന് വേണ്ടി നൈറ്റ് ഡ്രസ് വേറെ കുറെ മോഡലുണ്ട്. നൈറ്റ് തരാം. അതെ അതെ. പിന്നെ കുറച്ച് വാങ്ങാം. ഓക്കെ, ഞാൻ അയച്ചു തരാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വാങ്ങാം. ഓക്കെ. പിന്നെ നേരിട്ട് കടയിൽ പോയാൽ കിട്ടത്തില്ല? നേരിട്ട് അത് കുറവാ. പിന്നെ വലിയ അമ്മയും അച്ഛനുള്ളപ്പോ അത് കേടണ്ട. ഇത് ചേട്ടൻ വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, നൈറ്റി ഓക്കെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ 2-3 ടൈപ്പ് ഉണ്ട്. ഇപ്പം വീട്ടിലെല്ലാരും ഉള്ളപ്പോ ഇടാനുള്ളത് ഉണ്ട്. മനസ്സിലായി. എന്ത് ഈ റൂമിലിടാനല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. ചേട്ടുള്ളപ്പോ റൂമിലിട്ട സൂപ്പർ ആയിരിക്കും. എന്ത് പറഞ്ഞു നല്ല. ശരിയായിട്ട് വാങ്ങാം. നെക്സ്റ്റ് ടൈം ചേട്ടൻ വരുമ്പോ കുറച്ച് സർപ്രൈസ് ആയിരിക്കട്ടെ. അതെ അതെ അതെ. അപ്പോഴേക്കേക്കിട്ട് ചേട്ടൻ നല്ല ഇതാണോ? ഇതാണെന്ന് വെച്ചാ നല്ല ഇതിലൊക്കെ നല്ല ആക്റ്റീവ് ആണോ? അതെ, പിന്നെ എത്ര മാസം കളഞ്ഞിട്ട് തരുക പോലെ കളിക്കും ചേട്ടൻ. അപ്പോഴ് പിന്നെ ഇത് എല്ലാം ചെയ്യോ? വീഡിയോയിലൊക്കെ കാണുമല്ലോ. എല്ലാം ചെയ്യുന്ന വെച്ചാ അങ്ങനെയല്ല, കുറച്ചൊക്കെ ട്രൈ ചെയ്യും. എല്ലാം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യത്തെ 2 ദിവസം പിന്നെ അനങ്ങാൻ സമ്മതിക്കില്ലല്ലേ ചേട്ടൻ? പിന്നെ അപ്പൊ അമ്മ പപ്പയൊക്കെ ചോദിക്കത്തില്ലേ? ആദ്യം ഫസ്റ്റ് ഡേ തന്നെ കുളിക്കും പപ്പയ്ക്കും പിന്നെ കുറച്ച് ഫ്രീഡം ആയിട്ടിരിക്കാൻ വേണ്ടി അവരെവിടെയെങ്കിലും പോകും. രാവിലെ അറിഞ്ഞോണ്ടല്ലേ? രാത്രി കൊള്ളാല്ല. അപ്പൊ അവർക്കറിയാം എന്നോട് ഇരുന്ന പോലെ അത് നടക്കുമെന്ന്. അറിഞ്ഞോണ്ടാണ് പോട്ട് പോവോ? അത് ശരിയാ. അപ്പൊ ചേച്ചി നല്ല പോലെ നിന്ന് കൊടുക്കുവോ? കൊടുക്കുമല്ലോ. എന്നാലും ഞാൻ ഒരു കാര്യം പറയട്ടോ. അന്ന് ഇറങ്ങി ഞാൻ കൊറേ കണ്ടു സീൻ. നല്ല ഡ്രസ്സിങ്ങില് ടൈറ്റ് ആയിരുന്നോണ്ട് ഇങ്ങനെ കുനിയുമ്പോഴൊക്കെ കണ്ടു. അതെ അതെ, സൂപ്പറായിരുന്നു. ഭയങ്കര സൈസ്. അതെ അതെ. ഇല്ല കുഴപ്പമൊന്നുമില്ല. വീട്ടിലെ എന്റെ വീട്ടില് അറിയത്തൊക്കെ വരെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സൂപ്പറായിരുന്നു. അന്നൊരു മാസം നല്ല പോലെ എൻജോയ് ചെയ്തോ നിങ്ങള്? ഡെയിലി ഉണ്ടായിരുന്നു? ഡെയിലി ഉണ്ടായിരുന്നോ? ചേട്ടൻ വന്നിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പോകും. ആ 15 ദിവസത്തിൽ ഒരു 12-13 ദിവസമെങ്കിലും കാണും. മോർണിംഗ് ആണോ നൈറ്റ് ആണോ ഫുള്ള്? പണിയെടുത്തിട്ട് ലൈറ്റ് ഉണ്ടോ അപ്പൊ? പിന്നെ ശരിടാ, ഈ ചാർജില്ല ഫോണില്.